ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി, പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവ് രമേശേട്ടനാണ്. രമേശേട്ടനെ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നേതാക്കന്മാരും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് ഇ.കെ. പങ്കജാക്ഷനോട് അഭ്യർത്ഥിക്കുക. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ.ആർ. ധന്യവാദ്, CFUവിന്റെ കാസർഗോഡ് ഏരിയ സെക്രട്ടറി സഖാവ് പി.വി. കുന്നമ്പാട്, സഖാവ് ഇ.കെ. പങ്കജാക്ഷേട്ടൻ, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഏരിയയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് പോരാട്ടത്തിന് ഒരിക്കൽ മറക്കാത്ത ഊർജ പ്രവാഹമാണ്. പോരമേയാത്ത സ്വപ്നങ്ങൾ പെരുമഴയത്ത് നനഞ്ഞൊഴിച്ചപ്പോഴും കെട്ടുപോകാതെ ഈ ബന്ധങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചവർ മലമടക്കിലെ കാവൽ മാർഗങ്ങളിൽ അവർ എപ്പോഴും ഉണ്ട്. നിറഞ്ഞൊഴുകിയ ചോരപ്പൂക്കളുടെ കഥ പറഞ്ഞു തരുന്ന രക്തധാരങ്ങൾ, ഊരിരുട്ടിലും നാട്ടിടവഴികളിലും പതുങ്ങിയിരിക്കുന്ന വർഗീയ യുവത്തുകളെ തെല്ലും മയക്കാതെ അവർ ജനഹൃദയങ്ങളിൽ മാനവമോചനത്തിന്റെ മുദ്രാവാക്യം CPM നേതാവുമായിരുന്ന സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ, CITU സംസ്ഥാന പ്രസിഡന്റായിരുന്ന സഖാവ് ആനന്ദൻ, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റും നമ്മുടെ ജില്ലാ സെക്രട്ടറിയുമൊക്കെയായിരുന്ന CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് A.K. നാരായണൻ, CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLA-യുമായിരുന്ന സഖാവ് K. കുഞ്ഞിരാമൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്ന സഖാവ് സുനിൽ ചോപ്ര, വാസുദേവാചാര്യ, EB അംഗമായിരുന്ന ശങ്കേരിയ, CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനം രാജേന്ദ്രൻ എന്നിവരുടെ നിര്യാണത്തിലും മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മഹിളാ അസോസിയേഷൻ നേതാവായ സഖാവ് സരോജിനി മാലാനന്ദൻ, യൂണിയൻ ജില്ലാ ട്രഷററായിരുന്ന സഖാവ് മുഹമ്മദ് ഗോവിന്ദൻ,
CIT ജില്ലാ സെക്രട്ടറിയായിരുന്ന സഖാവ് KV കുഞ്ഞികൃഷ്ണൻ, കാസർഗോഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സഖാവ് മാർക്കോസ്, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PV അഹമ്മദ്, മുൻ MPയും സിനിമാ നടനുമായിരുന്ന ഇന്നസെന്റ്, മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ എന്നിവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ചൂരിമലയിലും മുണ്ടക്കയിലും നടന്നത്. ഈ ദുരന്തത്തിൽ മരിച്ച മുഴുവൻ ആളുകളുടെ പേരിലും കുവൈറ്റ് തീപിടുത്തത്തിൽ മരണമടഞ്ഞ ചെറുക്കള കുണ്ടടക്കയിലെ രഞ്ജിത്തടക്കം മരണമടഞ്ഞ മുഴുവൻ ആളുകളുടെ പേരിലും കർണാടകയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച അർജുനൻ തുടങ്ങിയവരുടെ പേരിലും തിരുവനന്തപുരം ആമയെടുക്കാൻ മരിച്ച ജോയി, നേപ്പാൾ വിമാനാപകടത്തിൽ മരിച്ചവർ, തുർക്കി ഭൂകമ്പത്തിൽ മരിച്ചവർ, ഒഡീഷ തീവണ്ടി അപകടത്തിൽ മരിച്ചവർ, പലസ്തീൻ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവർ, മണിപ്പൂർ കലാപത്തിൽ മരിച്ചവർ, ബംഗ്ലാദേശ് കലാപത്തിൽ മരിച്ചവർ എന്നിവർ മുൻ MLAയുമായിരുന്ന സഖാവ് M ചന്ദ്രൻ, പ്രശസ്ത ഡോക്ടർ ശ്രീ MS വിജയത്താൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാനായിരുന്ന PE അബ്ദുള്ള, PVCAയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്ന K ബാബുരാജി, യൂണിയൻ ചെങ്കള ഡിവിഷൻ കമ്മിറ്റി അംഗവും KK-പുരം യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന ബാബു, നമ്മുടെ AC അംഗമായിരുന്ന രമേശന്റെ ഭാര്യ സുജാത, യൂണിയൻ മെമ്പറായിരുന്ന വേർപെയിലെ സുന്ദരൻ, മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് PS തിമ്മപ്പ, വാണി ജയറാം, നടി സുബി സുരേഷ്, കനകലത, സുബ്ബലക്ഷ്മി, സിനിമാ നടന്മാരായ മാമുക്കോയ, കുണ്ടറ ജോൺ, കലാപൂർ ഹനീഫ, കൊല്ലം സുധി, പൂജപ്പന രവി, പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ AB ദാമോദരൻ, സർക്കസ് കുലപതി ജമീ ശങ്കരൻ, സിനിമാ സംവിധായകൻ KE ജോർജ്, എഴുത്തുകാരൻ വാസു ചോറോട്, ഗസൽ മാന്ത്രികൻ പങ്കജ് ഉസ്താദ്, സംഗീതജ്ഞൻ KE ജയൻ തുടങ്ങിയവരുടെ നിര്യാണത്തിലും ഈ സമ്മേളന കാലയളവിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർ, വാഹനാപകടങ്ങളിൽ മരിച്ചവർ തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായ മുഴുവൻ ആളുകളുടെ ദയവിയോഗത്തിലും ഈ സമ്മേളനം അനുശോചിച്ചു. ജില്ലാ സെക്രട്ടറി VV രമേശനെ ക്ഷണിച്ചു. സാധന സാമഗ്രികളുടെ വിലക്കയറ്റം, ഓടി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ലഭ്യത കൊണ്ടുപോകുന്നുണ്ട് എന്നത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം, നമ്മുടെ അധ്വാനം പണ്ട് ചിക്കാഗോയിൽ തന്നെ തൊഴിൽ നേടിയതാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നതൊക്കെ. കിട്ടേണ്ട കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നിരവധി സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ, ആനുകൂല്യങ്ങളെല്ലാം പലപ്പോഴും നൂലാമാലകളിൽ കൂടുങ്ങി ലഭിക്കുന്നതിനുള്ള കാലതാമസം, ചികിത്സാ സഹായവും അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജീവിതം മുന്നോട്ട് പോകും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വപ്നം കാണുന്നത് ഇവിടെ അനുശോചന പ്രമേയത്തിൽ, രക്തസാക്ഷി പ്രമേയത്തിലൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു നല്ല കാലം തുടരണമെന്നാണ്. പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, തൊഴിലില്ലായ്മയില്ലാത്ത, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന, സന്തോഷത്തോടുകൂടി നമുക്ക് വസിക്കാൻ കഴിയുന്ന വാസയോഗ്യമായ ആ വീടുകൾ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബ്രിട്ടനിലായാലും ബംഗ്ലാദേശിലായാലും എന്തിന് അമേരിക്കയിലെ തെരുവുകളിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അരക്ഷിതാവസ്ഥകൾ കാണുകയാണ്. സംഘർഷപൂരിതമായ ഒരു ലോകാന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലസ്തീൻ നമുക്ക് കൺമുമ്പിൽ
ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളിൽ, ഓരോ സെക്കൻഡിലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടി 20ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഇന്നും തുടരുന്ന ദേശീയ വിമോചന പ്രസ്ഥാനമാണ് പാലസ്തീൻ ജനതയുടെ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് കഴിഞ്ഞ 9 മാസത്തെ കണക്ക് മാത്രം സൂചിപ്പിച്ചാൽ ഏതാണ്ട് 40,000-ഓളം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ലോകമെമ്പാടും പ്രതിഷേധമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് CAT ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ആവശ്യം. ഒരു ക്രൂരതകളാണ് അവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇടതുപക്ഷമാണ് ഈ പ്രതിഷേധത്തിൽ നേതൃത്വം നൽകുന്നത്. CAT ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. അത് സ്വാഭാവികമാണ്. എവിടെ വേദന അനുഭവിക്കുന്നവരുണ്ടോ ആ വേദന അനുഭവിക്കുന്ന അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരുണ്യത്തിന്റെ വഴികളാണ്. മാർക്സും ഏംഗൽസും അവരുടെ ആശയങ്ങളാണ് ലെനിൻ ഒക്ടോബർ വിപ്ലവത്തിലൂടെ സോവിയറ്റ് യൂണിയനിൽ യാഥാർത്ഥ്യമാക്കി. മാർക്സ് തന്റെ തത്വശാസ്ത്രം തന്റെ പണിപ്പുരയിൽ അതിൽ അദ്ദേഹത്തിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞു. പട്ടിണി മൂലമാണ് മാർക്സിന്റെ മക്കൾ മരിച്ചത്. ആദ്യത്തെ കുട്ടി മരിച്ചു, രണ്ടാമത്തെ കുട്ടി മരിച്ചു, ദാരിദ്ര്യവും പട്ടിണിയും. മൂന്നാമത്തെ കുട്ടി അവിടെ ഗർഭിണികളെ, കുട്ടികളെ എന്ന് നോക്കാതെ, സ്ത്രീകളെന്നോ നോക്കാതെ, അതുപോലെ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ, സ്കൂളോ ആശുപത്രിയോ ഒന്നും നോക്കാതെ നിരന്തരം ആ ബോംബ് സ്പർശിച്ചു. ബോംബിന്റെ ശ്മശാന മുഖതയാണ്. എവിടെ ബോംബ് എപ്പോ പൊട്ടുമെന്ന് പറയാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപ്രശ്നമല്ല പാലസ്തീൻ പ്രശ്നം. അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് പാലസ്തീനിൽ നടക്കുന്നത്. ഇസ്രായേൽ, ഇന്ത്യയിൽ പാലസ്തീൻ ജനതയുടെ പോരാട്ടം ജൂതരാഷ്ട്രത്തിനെതിരെയുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. പാലസ്തീൻ പിന്തുണ, പാലസ്തീനെ നമ്മൾ നൽകുന്ന പിന്തുണ മുസ്ലിം പീഡനമല്ല. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനവും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന മോദി സർക്കാരിന്റെ സമീപനവുമാണ് ഇത്തരം CAT ഉൾപ്പെടുന്ന തൊഴിലാളി വർഗവും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ അക്രമത്തിനും, എല്ലാ അനീതിക്കുമെതിരെയാണ്. തൊഴിലാളികളെയാണ് ചൂഷണം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. രാജ്യത്തെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടല്ല ഭരണകൂടത്തിന് അവരുടെ കൂറ്, അവരുടെ താല്പര്യം, അവരുടെ നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ കാണുന്നു. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനഭൂരിതമാകണം അന്തരംഗെന്നാണ് കവികൾ പാടിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് കണ്ടാൽ നമുക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? അഭിമാനിക്കുകയാണോ? അല്ല, നമ്മൾ അപമാന ഭാരത്താൽ നമ്മുടെ തല കുനിയുകയാണോ ചെയ്യുന്നത്? ആ മണിപ്പൂരിലെ സഹോദരിമാരെ എങ്ങനെയാണ് അവരെ നഗ്നത മറക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവരെ തെരുവോരങ്ങളിൽ വലിച്ചിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല. എന്താണ് കാശ്മീരിന്റെ അവസ്ഥ? ജനാധിപത്യമുണ്ട്. കാശ്മീർ എന്നാൽ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നല്ലേ വിശേഷിപ്പിച്ചിരുന്നത്? അതിർത്തി ഗാന്ധി എന്ന് പറയുന്ന പങ്കം, കലിംഗം, മഗധം, കുരുക്ഷേത്ര സംഗമ ഭൂമികളേറെ എന്നല്ലേ കവികൾ പാടിയിട്ടുള്ളത്? നാനാത്വ
വിശ്വാസത്തിൽ ഏകത്വം എന്നതല്ലേ നമ്മുടെ വിശേഷണം. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്തിനകത്ത് ആളുകളെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നല്ലോ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. എന്തെല്ലാം കെട്ട കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ദളിതരോട്, ഇവിടെ ന്യൂനപക്ഷത്തോട് ഒക്കെ കാണിച്ച അഴിമതിയുടെ ദുർഗന്ധമായിരുന്നല്ലോ ഇലക്ട്രോൾ ബോണ്ട്. ഒരു മാധ്യമങ്ങളും എഴുതുന്നില്ലല്ലോ. ഏതാണ്ട് 20,000-ലേറെ വാർത്താ മാധ്യമങ്ങൾ, 400-ലേറെ വാർത്താ ചാനലുകൾ. ആ ചാനലുകളെല്ലാം ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരായിട്ട് മാറുന്ന കാഴ്ചകളിലെ നമ്മൾ കണ്ടുകൊണ്ടുന്നത്. ഇലക്ട്രോൾ ബോണ്ട് അഴിമതിയെ കുറിച്ച് ഒരു അന്തിചർച്ചയും ഉണ്ടായില്ലല്ലോ. തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. 52% പേർക്കും തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് IIT പോലുള്ള വലിയ സാങ്കേതിക മേഖലകളിൽ പഠനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തന്നെ അവരെ കൊണ്ടുപോകും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ IIT-യുടെ വിദ്യാർത്ഥികളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യൻ ബുദ്ധികളാണ് പ്രവർത്തിക്കുന്നത്. തൊഴിലെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 82.9% യുവജനങ്ങളാണ്. അതിൽ തന്നെ 65.7% അഭ്യസ്ത വിദ്യർ ഇന്ന് തൊഴിൽരഹിതരാണ്. 2 കോടി പേരാണ് റെയിൽവേയിൽ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചപ്പോൾ അപേക്ഷിക്കപ്പെടുന്നു. 2 കോടി ആളുകൾ. കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്, അവരാണ് നിശ്ചയിക്കുന്നത് ആർക്ക് തൊഴിൽ കൊടുക്കണം, ഏതെല്ലാം മേഖല കൈക്കലാക്കണം. അതാണ് അനുഭവമായി പറഞ്ഞത്. 4 പേരാണ് ഈ രാജ്യം കൈയാളുന്നത്. 2 ആൾ വിൽക്കുന്നു, 2 ആൾ വാങ്ങുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും വിൽക്കുന്നു, അദാനിയും അംബാനിയും വാങ്ങുന്നു. 41% ജനസംഖ്യയുടെ 1% മാത്രം വരുന്ന സമ്പന്ന വർഗത്തിന്റെ കൈകളിലാണ് എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, നമ്മുടെ നാടിന്റെ പ്രത്യേകത. അപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഇതൊന്നും താല്പര്യമില്ല. അധികാരം കൊഴിയണം, മാധ്യമം എന്ന് പറഞ്ഞാൽ അധികാരമാണ്. അതിന് മതത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ആ മതത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിക്കാനുണ്ടായ ആവേശം അവിടെ അമ്പലം നിർമ്മിക്കുന്നതിനുണ്ടായിട്ടില്ലല്ലോ. അമ്പലം തുറന്നു കൊടുക്കാൻ ഇപ്പൊ എത്ര കാലം എടുത്തു? ധൃതി പിടിച്ചിട്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അമ്പലം തുറന്നു കൊടുത്തത്. ആ അമ്പലം തുറന്നു കൊടുത്തത് തന്നെ ആരാണ്? ആ പ്രതിഷ്ഠ നടത്തുമ്പോൾ ശങ്കരാചാര്യ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, സന്യാസിമാർ. അതിനോട് ചേർന്ന് നിന്നോ? എന്തുകൊണ്ട് നിന്നില്ല? അമ്പലവും അതുപോലെ തന്നെ പുണ്യകേന്ദ്രങ്ങളുമെല്ലാം ആ സന്യാസി വര്യന്മാരുടെ അവരുടെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അവിടെ കണ്ട കാഴ്ച പ്രധാനമന്ത്രിയാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതെന്നാണ്. അതല്ലേ നമ്മൾ കണ്ടത്. അയോധ്യയിലെ മിനാരങ്ങൾ തോന്നും, അയോധ്യയിലെ കെട്ടിടങ്ങൾക്ക് ചോർച്ചയാണ്. അയോധ്യയുടെ പേര് പറഞ്ഞിട്ടാണ് ഇക്കാലം അത്രയും നമ്മളെ പഠിച്ചത്. രാമൻ അധികാരത്തിന് വേണ്ടി ആളാണോ? അധികാരം കിട്ടാൻ വേണ്ടി അയോധ്യയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ കാലം അത്രയും രാജ്യത്തെ ഭരണകൂടം നടത്തിയ ഈ കൊള്ളത്തായ്മകളെല്ലാം നടത്തിയിട്ടുള്ളത്. പക്ഷെ അധികാരത്തിന് വേണ്ടി നിന്ന ആളല്ല രാമൻ. നാടുവാഴിക്കതും തന്നെ വനത്തിന് അയക്കുന്നു മറ്റും. 16 കൊല്ലം കാട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് അച്ഛൻ കൊടുത്ത വരം ചോദിച്ച് സമയം നോക്കിയിട്ട് തന്നെ ചോദിച്ചു. അധികാരം വിട്ടുപോയ രാമനെയാണ് കാണുന്നത്. അധികാരം കാട്ടിലേക്ക് പോകുന്ന രാമനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രാമന്റെ പേര് പറഞ്ഞിട്ടാണ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നഷ്ടപ്പെട്ടില്ലേ? മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ ഏതാണ്ട് 32 മണ്ഡലങ്ങളിലാണ് കർഷക സമരം നടന്ന കർഷകരുടെ ചോര വീണ, കണ്ണീര് വീണ മണ്ണിൽ അവിടെ ജയിച്ചിരുന്ന സർക്കാർ
അനുകൂലികളായിട്ടുള്ള സർക്കാരിനെ കൈവക്കുന്ന എംപിമാർക്ക് സ്ഥാനചലനം ഉണ്ടായി. കർഷകന്റെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പകിതരെ നിങ്ങളുടെ പിന്മുറക്കാർ എന്ന് വെറുതെ പാടിയതില്ല. കർഷക സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, അവർക്ക് അവസരം കിട്ടിയപ്പോൾ ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നിലവിലുണ്ടായിരുന്ന 93 മണ്ഡലങ്ങളിൽ നിന്നും ബിജെപിയുടെ പ്രതിനിധികളെ ജനം പുറന്തള്ളി. ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആ പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകിയോ? പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 31% 37% വോട്ടുമായി ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പ്രധാന കക്ഷിയെ ഇക്കുറി 400 സീറ്റിലേക്ക് വരും. 350 സീറ്റുമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും. 400 സീറ്റുമായി ഇന്ത്യ മുന്നണി ഇവിടെ എൻഡിഎ അധികാരത്തിൽ വരും എന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആ പ്രചരണത്തെ ജനം പുച്ഛിച്ചില്ലേ? ജനം എന്താ എഴുതിയത്? പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെത്തിഞ്ഞു. ഏതാണ്ട് 1 ലക്ഷത്തിൽ നല്ലൊരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു തലവെടുപ്പുള്ള ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. ഉത്തർപ്രദേശിനകത്ത് 33 സീറ്റിൽ പരാജയപ്പെട്ടു ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം. അവിടെയാണെങ്കിൽ 16 സീറ്റിൽ മായാവതി മത്സരിച്ചു. ആ 16 സീറ്റിൽ മായാവതി മത്സരിച്ചതുകൊണ്ട് മാത്രം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. മായാവതി കൂടി പ്രതിപക്ഷ മുന്നണി വന്നിരുന്നെങ്കിൽ ഈ കൂട്ടുമന്ത്രിസഭ ഉണ്ടാവുകയായിരുന്നില്ല. ഒറ്റയ്ക്കുള്ള മന്ത്രിസഭ, കൂട്ടുമന്ത്രിസഭയാണ്. നേരത്തെ 400 സീറ്റുമായി വരുമെന്ന് പറഞ്ഞ ആരോഗ്യവാനാണ്, കൂടുതൽ ശക്തമായുള്ള ആരോഗ്യത്തോടുകൂടി ഭരണഘടന പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇപ്പൊ എണീച്ച് നടക്കണമെങ്കിൽ 2 വഴി കൊടുക്കുന്ന വഴി, മറ്റൊന്ന് നിതീഷ് കുമാർ കൊടുക്കുന്ന വഴി, 3 വഴിയില്ലാതെ ഇന്ത്യൻ ഭരണകൂടത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ തൊഴിലാളികളുടെ നേട്ടമാണ്. കൂടെ നിന്നവരാണ്. ഒരിക്കലും അവർക്ക് ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിൽ ഉറപ്പില്ല. ഏത് സമയത്തും വീഴാം. ഞാൻ അതിനൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. പ്രധാനമന്ത്രിക്ക് സ്ഥാനചലനമില്ല, ആഭ്യന്തരമന്ത്രിക്ക് സ്ഥാനചലനമില്ല, ധനകാര്യമന്ത്രിക്ക് സ്ഥാനചലനമില്ല, നമ്മുടെ റോഡിന്റെ മന്ത്രിക്ക് സ്ഥാനചലനമില്ല, 160ഓളം എംപിമാരെ സംബന്ധിച്ച് സസ്പെൻഡ് ചെയ്ത സ്പീക്കർ പിള്ളയ്ക്കും സ്ഥാനചലനമില്ല. എല്ലാം പഴയതുപോലെയാണ് എന്ന് രാജ്യത്തെ ബോധിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷെ നമ്മൾ പോരാട്ടം ശക്തിപ്പെടുത്തിയേ കൊടുത്തു. ഇന്ത്യയുടെ തൊഴിലാളി വർഗം, ഈ തൊഴിലാളി വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ചരിത്രത്തെ കുറിച്ച് വലിയ ധാരണയില്ല. ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പല പ്രധാന നാമധേയങ്ങളും മാറ്റാനുള്ള ശ്രമമാണ്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള പല സ്ഥാപനങ്ങളുടെയും പേര് മാറ്റുകയാണ്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ അടിച്ചു പൊളിച്ചിട്ട് അവിടെ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാണുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രമായിരിക്കണം നമ്മുടെ തലമുറകളിൽ എത്ര തലമുറ മാറിയാലും അവർ രാജ്യത്തിന്റെ സ്നേഹമുള്ളവരാണ്. നമ്മുടെ ദേശാഭിമാനികൾ നടത്തിയ പോരാട്ടങ്ങളുടെ അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും, കുറയുന്നില്ല. ഇന്ന് ഇന്ത്യ ഐക്യമെന്ന ആ സംവിധാനത്തിന് കഥയും തിരക്കഥയും എല്ലാം എഴുതിയത് ഇടതുപക്ഷ നേതാക്കളാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഞാൻ
അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. BJP-ക്കെതിരായിട്ട് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് വിവിധ പാർട്ടികൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. കോൺഗ്രസിന് ശബ്ദം ഉയർത്തേണ്ടി വന്നില്ല. അതുപോലെ തന്നെ CIA, ഏകീകൃത സിവിൽ കോഡ്, ഇതിലെല്ലാം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നിലപാടുകൾ മറ്റു പാർട്ടികൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് വിശ്വാസ്യത ഉണ്ടാകുന്നത് ഇടതുപക്ഷം ആ പാനലിലുള്ളതുകൊണ്ടാണ്. ആ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്താൻ ഇന്ത്യയിലെ തൊഴിലാളി വർഗമാണ് അതിന്റെ നട്ടല്. ആ തൊഴിലാളി വർഗത്തെ ഏറ്റവും ശക്തമായ നിലയിൽ നയിക്കാൻ സാധിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ലോകത്തിന് തന്നെ കേരളം മാതൃകയാണ്. അങ്ങനെ ലോകത്തിന് തന്നെ കേരളം മാതൃകയാകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ നവോത്ഥാന കാലത്തെ പ്രവർത്തനങ്ങളാണ്. ഉഴുതുമറിച്ച മണ്ണിൽ EMS-ഉം P. കൃഷ്ണപിള്ളയും AKG-യും അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, ഇടതുപക്ഷ പ്രവർത്തകന്മാർ, സാഹിത്യ സാംസ്കാരിക മേഖലയിൽ അണിനിരുന്ന കവികൾ, കർഷക തൊഴിലാളികളൊക്കെ നടത്തിയ സമരങ്ങൾ, അങ്ങനെയാണ് കേരളത്തിന്റെ മാറ്റങ്ങൾ തുടക്കം കുറിക്കുന്നത്. പുതിയ കേരളം സൃഷ്ടിക്കപ്പെടും. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകൃതമാകും. ആ സംസ്ഥാനത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് തൊഴിലാളി വർഗത്തിന് ഏറ്റവും ശക്തമായ, അതിനൊക്കെ ഭൂമിയുടെ ഉടമസ്ഥരായി നമ്മളെ മാറ്റുന്നതിൽ ഇവിടെ 57 സർക്കാർ വന്നപ്പോഴാണ് കൃഷിഭൂമി, കൃഷിക്കാരൻ, കാർഷിക പരിഷ്കരണം, ഭൂപരിഷ്കരണം. അങ്ങനെയാണ് നമ്മൾ. അതിന് മുമ്പാണ് വഴികളെല്ലാം പോലും പറ്റുമായിരുന്നില്ല. ഭൂമിയില്ല, മരിച്ചു വീണാൽ എടുത്തു കിടത്താൻ ആരടി മണ്ണില്ല. അപ്പോഴാണ് KPSC-യുടെ നാടക ഗാനങ്ങളിൽ ഉയർന്നു വന്നത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല. പഴയ ഗാനത്തിനൊക്കെ വലിയ അർത്ഥമാണ്. തെറ്റാനുമുണ്ട് അവകാശം, വഴി തെറ്റാനുമുണ്ട് അവകാശം. പുതിയ കാലത്തെ പാട്ട് അല്ലേ? ഒരു പാട്ടാണ്. അമ്മയുടെ ജമിക്കമ്മൻ, അപ്പൻ കട്ടോണ്ടുപോയി, അപ്പന്റെ ബ്രാൻഡി കുപ്പി അല്ലേ? എന്ത് സന്ദേശമാണ്? അയലത്തെ കല്യാണ വീട്ടിലെ ചെറുക്കനെ കൊതിയോടെ ഞാൻ നോക്കി നാട്ടി പാസറയില്ലേ? പാട്ടിന്റെ വരികളിൽ സ്വാധീനം, വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, പണമുള്ളവരെ പഠിക്കാൻ പറ്റും. പണ്ട് വിളിച്ച് ഞാനും ധന്യവാദത്തെ വിളിച്ച മുദ്രാവാക്യാണ് പാലായിലെ പാതിരിമാർക്കും കോഴിക്കോട്ടെ കോയാമാർക്കും സമസ്ത കേരള നായന്മാർക്കും തീരെഴുതാനുള്ള അതല്ല കേരളത്തിലെ വിദ്യാഭ്യാസം. കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിൽ ജനിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം. നേരത്തെ ഈ റോഡിന്റെ പണി നടക്കുന്നതിന് മുമ്പ് കണ്ട കാഴ്ചകൾ ഇപ്പൊ കുറച്ച് കുറവാണ്. ഒരു കുടുംബം, ആ കുടുംബം ഒരു വാഹനത്തിൽ വന്നിട്ട് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വണ്ടി. രാവിലെ നല്ല ഹിന്ദി പാട്ടൊക്കെ കേൾക്കാം വണ്ടി. അവിടെ തന്നെ കിടത്തം, അവിടെ തന്നെ ഉറക്കം, അവിടെ തന്നെ കുടി, അവിടെ തന്നെ ഭക്ഷണം, എല്ലാം റോഡ് സൈഡിലാണ്. ആ കുട്ടികൾ രാവിലെ എഴുന്നേറ്റാൽ വണ്ടിയുടെ മുന്നിൽ ആ വണ്ടിക്കകത്തുള്ള കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. എന്നിട്ട് ഓടുന്ന വണ്ടിക്ക് മുമ്പിൽ 2 കൈയിലും കളിപ്പാട്ടങ്ങൾ. അത് ഈ കേരളത്തിന്റെ പ്രകൃതി മനോഹരമാണ്. 44 നദികൾ, മലകൾ, എത്ര മനോഹരമാണ്. ആ കേരളത്തിൽ പണ്ട് പലരും വളരെയധികം പറയും നമ്മുടെ നാറ്റുവേലയും അല്ലെ, നമ്മുടെ നാറ്റുവേലയും നമ്മുടെ ഇതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതിലുള്ളിടത്തോളം കാലം CIT-യുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് CIT നിർമ്മാണ തൊഴിലാളിയുടെ കാസർഗോഡ് ഏരിയ സമ്മേളനം നമ്മളെല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത
ജില്ലാ സെക്രട്ടറി രമേശൻ, പ്രിയപ്പെട്ട സുനിൽ സുഹൃത്തുക്കൾ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ കാസർഗോഡ് ഏരിയ സമന്വയത്തിലൂടെ സഖാവ് രമേശൻ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സ്വീകരിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ മാത്രമാണ്. അഭിലാഷങ്ങളും മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. 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 മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക, കരളുടഞ്ഞു
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും